പാകിസ്ഥാനിൽ ഒരു മാള് തുടങ്ങുകയാണ്, ഒരു വലിയ കട, വലിയ ആഘോഷപൂർവ്വം അതിൻ്റെ ഉദ്ഘാടനം, കുറേ ഓഫറൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ ഉദ്ഘാടന ദിവസം തന്നെ ഒരു ദുരന്ത ദിവസമായി മാറിയെന്ന് പറയാം. ദൃശ്യങ്ങൾ കാണാം. അഞ്ജന സുകുമാരുണ്ട്. അഞ്ജന, ഇനി സ്വപ്നം അല്ലെങ്കിൽ ഉറക്കത്തിൽ പോലും ഒരിക്കലും സ്വപ്നം പോലും കാണല്ലേ ഈ ദിവസം എന്നതുപോലെയായി കാണും അതിൻ്റെ ഉടമസ്ഥന് അതിൻ്റെ ഉദ്ഘാടന ദിവസം, അല്ലേ? തീർച്ചയായും പാകിസ്ഥാനിലെ ഒരു വ്യവസായി, അതായത് ഒരു വിദേശ വ്യവസായി, അദ്ദേഹം ആറ്റുനോറ്റ് മോഹിച്ചൊരു മാള് ഉണ്ടാക്കുകയാണ്, ഷോപ്പിംഗ് മോള് പണിയാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. ഇന്നലെയായിരുന്നു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. അദ്ദേഹം അങ്ങനെ ആറ്റുനോറ്റ് മോഹിച്ച ഒരു മോള് പണിയുന്നു. അതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ അത് ഇത്തരത്തിൽ തകർന്നു പോവുകയാണ്. എത്രമാത്രം വിഷമം ഉണ്ടായിരിക്കും, എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കും. ഇതുപോലെയൊന്നും വേറൊരാൾക്കും വരരുതേ എന്നുള്ളതാണ് ഈ സംഭവത്തിനൊരു വിനയായതെന്ന് പറയുന്ന. ഉദ്ഘാടന ദിവസം തന്നെ അവിടുത്തെ സാധനങ്ങൾക്ക് പകുതിയിൽ അധികം വിലക്കുറവ് പ്രഖ്യാപിക്കുകയാണ്, കിഴിവ് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു കിഴിവ് ഉണ്ടെന്നറിഞ്ഞിട്ട് നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഈ ഒരു മാളിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. അവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിനൊന്നും വ്യക്തതയില്ല. എങ്കിൽ പോലും ഇത്തരം നൂറുകണക്കിന് ആളുകൾ ഒറ്റയടിക്ക് അങ്ങോട്ട് തള്ളിക്കയറുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റികൾക്കൊന്നും അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവർ കടയിലേക്ക് തള്ളിക്കയറുന്നു. അവിടെയുള്ള സർവ്വ സാധനങ്ങളും അവരെടുത്തുകൊണ്ട് പോവുകയാണ്. സത്യം പറഞ്ഞ ഒരു കൊള്ളയടി എന്ന് തന്നെ ഇതിനെ പറയാം. അത്തരത്തിൽ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നു. ആളുകൾ പോയതിനു ശേഷം ആ ഒരു മാളിന്റെ അവസ്ഥ കണ്ടാൽ സഹിക്കില്ല. ഏതൊരു ഉടമയ്ക്കായാലും അത് കണ്ടാൽ സഹിക്കില്ല. അത് ശരിയാണ്. എന്തായാലും ഉദ്ഘാടന ദിവസം തന്നെ കൊള്ളയടിക്കപ്പെട്ട ഒരു മാൾ, അത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ് ഈ കാഴ്ച നമ്മൾ കണ്ടത്.